നമസ്കാരം. കുവൈറ്റ് ജനത്തിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അധ്യയന വർഷം ആരംഭിച്ചതോടെ മികവുറ്റ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഭാരതീയ വിദ്യാഭവൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂൾ വിദ്യാർത്ഥികളെ വരവേറ്റു. ഓരോ കുട്ടികളെയും പ്രത്യേകം നിരീക്ഷിച്ച് അവർക്ക് ആവശ്യമായ പഠന വിഭവങ്ങൾ നൽകുന്ന ചൈൽഡ് സെൻറ്റേഴ്സ് ലേണിംഗ് പദ്ധതി ഉൾപ്പെടെ ഒട്ടേറെ പുതുമകളാണ് ഭവൻസ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കുളിച്ചൊരുങ്ങി പുത്തൻ യൂണിഫോം ഇട്ട് പഠനോപകരണങ്ങളും ബാഗുകളുമായി സ്കൂളിലെത്തി കൂട്ടുകാരെ കണ്ടപ്പോൾ എല്ലാവർക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ആവേശമായിരുന്നു. രാവിലെ തന്നെ കുവൈറ്റിലെ പൊതുനിരത്തുകളിൽ സ്കൂൾ ബസ്സുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പലയിടത്തും നല്ല ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. ഇന്ത്യയിൽ നിന്നും മറ്റു സ്കൂളുകളിൽ നിന്നുമായി 265 പുതിയ അഡ്മിഷനാണ് ഈ അധ്യയന വർഷം വന്നെത്തിയത്. ഭവൻസിന്റെ കുവൈറ്റിലെ CBSE സ്കൂളുകൾ സംയോജിപ്പിച്ചതിന്റെ ഭാഗമായി 1120 വിദ്യാർത്ഥികളും ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂളിൽ പുതുതായി എത്തിയിട്ടുണ്ട്. പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. കുട്ടികളെല്ലാം അവധി കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അധ്യാപകരും ഞങ്ങളെല്ലാവരും അവരെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭവൻസിലെ എല്ലാ CBSE സ്കൂളുകളും ചേർന്ന് ഒരുമിച്ച് ഒരു സ്ഥാപനത്തിലേക്ക് IASലേക്ക് ചേർത്താണ് ഈ വർഷം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അധികം കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, മറ്റ് സ്കൂളുകളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇപ്രാവശ്യം വളരെയധികം അഡ്മിഷൻസ് ഞങ്ങൾക്ക് കൂടിയിട്ടുണ്ട്. അതാണ് വലിയൊരു സന്തോഷം. ഏകദേശം 1000-ലധികം കുട്ടികൾ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ക്ലാസ് സൈസ് 25 കുട്ടികൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ഞങ്ങൾ പണ്ടും പേരൻസിന് കൊടുത്തിട്ടുള്ളതും കുട്ടികൾക്കും കൊടുത്തിട്ടുള്ള ഒരു പ്രോമിസാണ്. അത് ഈ വർഷവും കീപ്പ് ചെയ്യുകയാണ്. വലിയൊരു മാറ്റം ഇപ്രാവശ്യം ഞങ്ങൾ വരുത്തുന്നത് പഠന പ്രക്രിയയിൽ തന്നെയാണ്. എങ്ങനെയാണ് കുട്ടികൾ പഠിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, അവർ പഠനം എങ്ങനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളത് അതിനെ ഞങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനിങ്ങാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. പഠനം എങ്ങനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു ജോയ്ഫുൾ ലേണിംഗ് എങ്ങനെ നടത്താം എന്നുള്ളതും ഞങ്ങൾ ഈ വർഷം ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. നാട്ടിൽ നിന്നും പുതിയ ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്തു. ഒരു മാസക്കാലത്തോളം ട്രെയിനിങ് ഞങ്ങൾ നടത്തി ടീച്ചേഴ്സിന് വേണ്ടി, പുതിയ പ്രക്രിയകൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പാഠ്യേതര പദ്ധതികൾക്കും അനേക പുതിയ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭവൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ വാല്യൂസ് ബിൽഡ് ചെയ്യുന്ന ഒരു സ്കൂളാണ്. പ്രത്യേകിച്ച് അധ്യാപകരെ റെസ്പെക്റ്റ് ചെയ്യുക, എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. എല്ലാ കുട്ടികളുടെയും ഡിസിപ്ലിൻ ഞങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്യുകയാണ്. കുട്ടികളുടെ വാല്യൂ ബിൽഡിംഗ്, ക്യാരക്ടർ ഫോർമേഷൻ, ഇതിനൊക്കെയും ഹൈ പ്രയോറിറ്റി കൊടുക്കുന്ന സ്കൂളാണ്. ഈ വർഷവും ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ചെയ്തിട്ടുണ്ട്. അത് കുട്ടികളിൽ എത്തിക്കുകയും കുട്ടികളുടെ മാറ്റം വരികയും ചെയ്യുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ വർഷം എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു വർഷമാകട്ടെ, നല്ല അനുഭവങ്ങളുണ്ടാകുന്ന, ലേണിംഗ് എക്സ്പീരിയൻസസ് ഉണ്ടാകുന്ന വർഷമാകട്ടെ. എല്ലാ കുട്ടികളും സന്തോഷത്തോടെ സ്കൂളിലേക്ക് വരണം, അതായത് സ്കൂളിലേക്ക് എന്നും വരണം എന്നുള്ളൊരു ആഗ്രഹം കുട്ടികൾക്കുണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. LKG മുതൽ ഗ്രേഡ് 12 എല്ലാ പേരൻസിനെ ഞങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. അവരുടെ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ വർഷം വലിയൊരു മാറ്റം തന്നെ സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. സെപ്റ്റംബറിലാണ് സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ അധ്യയന വർഷം ആരംഭിക്കുന്നതെങ്കിലും ഇന്ത്യൻ സ്കൂളുകളിൽ 3 മാസം മുന്നേ ഏപ്രിലിൽ തന്നെ അധ്യയന വർഷം ആരംഭിക്കും. മികവാർന്ന വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്കും അർപ്പണബോധമുള്ള അധ്യാപകർക്കും ആകർഷകമായ സ്ഥലമായി മിഡിൽ ഈസ്റ്റിലെ ഭവൻ സ്കൂളുകൾ അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ വരുന്നത് പുതിയ അഡ്മിഷനുള്ള കുട്ടികളും സ്മാർട്ട് ഇന്ത്യൻ സ്കൂളിൽ നിന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള കുട്ടികളുമാണ്. അപ്പോൾ എല്ലാം കൂടി 1300 കുട്ടികളും ഉണ്ട്. 1100 കുട്ടികളോളം SIS ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികളും, ഒരു 275-80 കുട്ടികളോളം പുതിയ അഡ്മിഷനും മറ്റ് സ്കൂളുകളിൽ നിന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൂടി 1350-400 പിള്ളേരോളം പുതിയ കുട്ടികൾ ഇന്ന് ക്യാമ്പസിൽ വന്നിട്ടുണ്ട്. IASലെ പഴയ കുട്ടികളെല്ലാം നാളെ ക്ലാസ്സിൽ വരും. അപ്പോൾ നാളെ എല്ലാം കൂടി 3000 പിള്ളേരോളം നാളെ ഈ ക്യാമ്പസിൽ ഫങ്ഷനിങ് ആണ്. അതിനുവേണ്ടി എല്ലാ പ്രിപ്പറേഷൻസ് റെഡിയാണ്. We are waiting for the day to come tomorrow, a great day for IAS.
ഈ വർഷം നമ്മൾ പുതിയ പല ടെക്നോളജികൾ കൊണ്ടുവന്നിട്ടുണ്ട് ക്ലാസ് റൂമുകളിൽ. അതുമാതിരി തന്നെ ലേണിംഗ് എഫക്റ്റീവ് ആക്കാനുള്ള പല പുതിയ ഐഡിയാസും ടീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ടും ഈ കൊല്ലം കഴിഞ്ഞ 5 വർഷങ്ങളെ അപേക്ഷിച്ച് ഒരു ബെറ്റർ സ്റ്റാർട്ടാണ് ഈ കൊല്ലം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻറ്റാണ് പ്രധാനമായിട്ട് വന്നേക്കുന്നത്. കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ എല്ലാ ആഴ്ചകളിലും നമ്മൾ ലീഡേഴ്സ് പോയിട്ട് എല്ലാ ക്ലാസ്സുകളിലും കുട്ടികളായിട്ട് സംസാരിക്കാറുണ്ട്, ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഏതൊക്കെ സബ്ജക്റ്റാണ് സപ്പോർട്ട് വേണ്ടത് അത് നമ്മൾ അപ്പം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് എല്ലാ ആഴ്ചയും അത് കറക്റ്റ് ചെയ്യാറുണ്ട്. ടീച്ചേഴ്സിൻ്റെ മിസ്റ്റേക്ക് ആയാലും കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റ് കുറവാണെങ്കിലും പാരൻസിനെ വിളിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ എവറി വീക്ക് വി ആർ ഹാവിങ് എ ന്യൂ സ്ട്രാറ്റജി ഫോർ എവറി ക്ലാസ് ഫ്രം LKG to grade 12. How to improve that classes and how to improve lessons and how we have to go forward to make every child a better student. അതാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. എഫക്റ്റീവായിട്ടുള്ള സിസ്റ്റമാണ്. കഴിഞ്ഞ ഒരു മാസം നമ്മൾ 10-12 ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മുടെ അപ്രോച്ച് ഇറ്റ് വാസ് വെരി എഫക്റ്റീവ് ആൻഡ് വി ഹാവ് ദ വീക്ക്ലി ടെസ്റ്റ് എവറി വീക്ക്. റിസൾട്ട് വരുമ്പോൾ ആ ടെസ്റ്റ് കഴിയുമ്പോൾ ആ മാർക്സ് കാണുമ്പോൾ അറിയാം കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സും കുട്ടികളുടെ ഡെവലപ്മെൻറ്റ്സ്. സോ ഓൾ ആസ് എ ഹോൾ we are very happy the way school is now functioning compared to the previous years, and we are very glad about it, the participation from the parents and the children and the teachers. Now it is totally a new blood in the school system. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം അവർക്ക് നല്ലൊരു അക്കാഡമിക് ഇയർ ഉണ്ടാവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്. കുവൈറ്റിലെ നൃത്തവിദ്യാലയം ധ്വനി സ്കൂൾ ഓഫ് ഡാൻസ് കുട്ടികളുടെ അരങ്ങേറ്റവും കലാപരിപാടികളും സംഘടിപ്പിച്ചു. നാട്യാരംഭം എന്ന പേരിൽ നടന്ന നൃത്തപരിപാടികൾ സിനിമാ താരം അഞ്ജന ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അൻപതിലധികം കുട്ടികൾ അരങ്ങേറ്റം കുറിച്ച നാട്യാരംഭത്തിൽ 200ഓളം കുട്ടികളാണ് വിവിധങ്ങളായ നൃത്തപരിപാടികൾ വേദിയിൽ അവതരിപ്പിച്ചത്. അഹമ്മദി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരം അഞ്ജന ജയപ്രകാശ് മുഖ്യാതിഥിയായി എത്തി ഭദ്രദീപം തെളിയിച്ചു. കലാ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. കുവൈറ്റിലും ഇന്ത്യയിലും ഏറെക്കാലമായി കുട്ടികൾക്ക് നൃത്തങ്ങൾ പരിശീലിപ്പിക്കുന്ന സനിത ഗോപകുമാറിന്റെ കീഴിലാണ് ധ്വനി നൃത്തവിദ്യാലയത്തിൽ കുട്ടികൾ പരിശീലിക്കുന്നത്. അർച്ചന വിപിൻ, ഗോപകുമാർ, അനൂപ്, വിപിൻ വർമ്മ, വിനീഷ് വേലായുധൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ടർബോസ് ബാഡ്മിൻ്റൺ ക്ലബിൻ്റെ ഇഫ്താർ സംഗമം ഖലീൽ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അജോ തോമസ്, സെക്രട്ടറി അർജുൻ എസ് നായർ എന്നിവർ ഇഫ്താർ സന്ദേശം നൽകി. ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് സിംഗ്, ട്രഷറർ ശരത്, ഇർഷാദ് എന്നിവർ സംസാരിച്ചു. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് സംഘടിപ്പിച്ച മെട്രോയ്ക്കൊപ്പം ഈദ് ഫെസ്റ്റ് ആയിരങ്ങളുടെ ആഘോഷമായി മാറി. സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരുടെയും മാതാപിതാക്കൾക്കുമായി പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്ന് ചെയർമാൻ മുസ്തഫ ഹംസ ചടങ്ങിൽ പ്രഖ്യാപിച്ചു. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിലെ അധികാരികൾ, അസോസിയേഷൻ അംഗങ്ങൾ, കോർപ്പറേറ്റ് ഉടമകൾ, പൊതുജനങ്ങൾ എന്നിവയുൾപ്പെടെ ആയിരങ്ങളാണ് പരിപാടികൾ ആസ്വദിക്കാനെത്തിയത്. പ്രശസ്ത മെന്റലിസ്റ്റ് അനന്തു, ഗായകരായ നിസാം തളിപ്പറമ്പും സംഘവും, നസീർ കൊല്ലം എന്നിവർ പരിപാടികൾ അവതരിപ്പിച്ചു. മെട്രോ ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഫഹദ് അൽ ഖലീഫ, ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് മേധാവി യൂസുഫ് അൽ ഷമീരി എന്നിവരുടെ സാന്നിധ്യവും പരിപാടിയിൽ ഉണ്ടായി. പരിപാടിക്കിടെ നടന്ന മെഗാ ലക്കി ഡ്രോയിൽ 6 ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നാണയങ്ങളും സമ്മാനിച്ചു. മെട്രോ റമദാൻ ക്വിസിലെ വിജയികൾക്കും വേദിയിൽ സമ്മാനങ്ങൾ നൽകി. ഇടപ്പാളയം ആഗോള പ്രവാസി കൂട്ടായ്മ കുവൈറ്റ് ചാപ്റ്റർ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി നൌഫൽ കൊലക്കാട്ടിനെയും ജനറൽ സെക്രട്ടറിയായി അലി കുറ്റിപ്പാലയെയും ട്രഷററായി പ്രഭാത് അതള്ളൂരിനെയും തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി സിദ്ധാർത്ഥ് കുട്ടത്ത്, അഷ്റഫ് നടുവട്ടം എന്നിവരും ജോയിന്റ് സെക്രട്ടറിമാരായി ഷറഫുദ്ദീൻ മുത്തൂർ, ഷാഹുൽ കുറ്റിപ്പാല എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. ഫ്യൂച്ചർ ഐ തിയേറ്റർ ലോക നാടക ദിനാചരണം സംഘടിപ്പിച്ചു. സീസേഴ്സ് ട്രാവൽസ് ഗ്രൂപ്പ് CEO PNJ കുമാർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ചെറുനാടകങ്ങളും അരങ്ങേറി. ഫ്യൂച്ചർ ഐ തിയേറ്റർ ആൻഡ് ഫിലിം ക്ലബിന്റെ നേതൃത്വത്തിലാണ് ലോക നാടക ദിനാചരണം നടന്നത്. പരിപാടിയിൽ ഇസ്മായിൽ വള്ളിയോത്ത് റമദാൻ സന്ദേശം നൽകി. സജീവാംഗം അന്തരിച്ച ഡോക്ടർ പ്രശാന്തിയെ പ്രസിഡന്റ് സന്തോഷ് കുട്ടത്ത് അനുസ്മരിച്ചു. രക്ഷാധികാരി ഷമീജ് കുമാർ ഈ വർഷത്തെ ലോക നാടകദിന സന്ദേശം വായിച്ചു. ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി, ഡോക്ടർ ശ്രീജിത്ത് രമണൻ എന്നിവരുടെ നാടകദിന സന്ദേശം ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. നാഷ് വർഗീസ്, അബ്ദുൽ ഹസീസ് മാട്ടുവയിൽ എന്നിവർ ആശംസകൾ നേർന്നു. ലഹരി വിരുദ്ധ സന്ദേശവുമായി അനീഷ് അടൂരും സംഘവും മൈക്രോ ഡ്രാമ അവതരിപ്പിച്ചു. ഗോവിന്ദ് ശാന്ത ഏകാംഗ നാടകവും അരങ്ങേറി. ശതാബ്ദി മുഖർജി ചടങ്ങുകൾ നിയന്ത്രിച്ചു. സെക്രട്ടറി ഉണ്ണി കൈമൾ സ്വാഗതവും മീര വിനോദ് നന്ദിയും പറഞ്ഞു. വാകത്താനം അസോസിയേഷൻ കുവൈറ്റ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി മനോജ് മാത്യു, വൈസ് പ്രസിഡന്റ് ആൻഡ്രൂസ് കുര്യൻ, ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ വർഗീസ്, ജോയിന്റ് സെക്രട്ടറി ആൽഫി അലക്സ്, ട്രഷറർ ടോം ജോസ് എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. ഇന്ത്യൻ ആർട്ട് ഫെഡറേഷൻ ഇഫ്താർ സംഘടിപ്പിച്ചു. ഡോക്ടർ സുസോവന സുജിത് നായർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങ് റയാൻ ഖലീൽ മുഖ്യപ്രഭാഷണം നടത്തി. മംഗഫിൽ സംഘടിപ്പിക്കപ്പെട്ട ഇഫ്താർ ചടങ്ങ് പ്രസിഡന്റ് ഷെറിൻ മാത്യു അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ രംഗത്തെ പ്രവർത്തകർ പങ്കെടുത്ത ചടങ്ങിൽ പ്രസിഡന്റ് IAFന്റെ ഉപഹാരം മുഖ്യപ്രഭാഷകൻ റയാസ് ഖലീലിന് നൽകി ആദരിച്ചു. ജനറൽ സെക്രട്ടറി ലിയോ കിഴക്കേ വീടാൻ സ്വാഗതവും ട്രഷറർ ലിജോ നന്ദിയും പറഞ്ഞു. പ്രോഗ്രാം കൺവീനർ കണ്ണൻ ശിവൻ, പ്രതീഷ്, ജെറി, അനൂപ്, പ്രിയ എന്നിവർ നേതൃത്വം നൽകി. ഇഫ്താർ വിരുന്ന് കൾച്ചറൽ സെക്രട്ടറി നിർമ്മലാദേവി നിയന്ത്രിച്ചു. വിസ്മയ ഇന്റർനാഷണൽ ആർട്സ് ആൻഡ് സോഷ്യൽ സർവീസ് ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു. റിയാസ് നാസറിന്റെ നേതൃത്വത്തിലാണ് കബ്ദിലെ തൊഴിലാളികൾക്ക് കിറ്റുകൾ എത്തിച്ചു നൽകിയത്. പ്രസിഡന്റ് അജിത് കുമാർ, എക്സിക്യൂട്ടീവ് മെമ്പർ വിജിൻ, ഗൗതം റഫു, സുൽത്താൻ അൻസാർ, അപ്പാപ്പി കോട്ടയം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ ആർട്സ് ഫെഡറേഷൻ കുവൈറ്റ് സംഘടിപ്പിക്കുന്ന ഭാരത് മഹോത്സവത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. പ്രസിഡന്റ് ഷെറിൻ മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചെയർമാൻ പ്രേമൻ ഇല്ലത്ത്, കൺവീനർ കണ്ണൻ ശിവന് കൈമാറിയാണ് പ്രകാശനം നിർവഹിച്ചത്. ഈ മാസം 25-ന് DPS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മെഗാ പരിപാടിയിൽ സിനിമാ താരം സാധിക വേണുഗോപാൽ, പിന്നണി ഗായകർ അവതരിപ്പിക്കുന്ന സംഗീത നിശയും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. Hello viewers, welcome to KQ Matters 2024 organized by Bhavan's Indian Educational School Kuwait. Today in this quizzing compact we have the category of grade 9s to 12. Once again welcome to KQ Matters 2024 where knowledge reigns supreme. Now we go to the last round, the final round, the fifth round based on current affairs. Question number 1 to Team A. This human skeleton shown from the waist down from the island of Borneo bears evidence that the lower left leg was amputated roughly 31,000 years ago. Name the method by which scientists were able to calculate the age of the skeleton. Carbon dating. Carbon dating. Yeah, correct answer. Well done. Carbon 14 dating, the correct answer. But you gave the correct answer. We accept. Well done. Next question to Team B. Name the woman who is leading Gaganyaan mission. Is it Ritul Srivastava?
Sorry, your answer is incorrect. The correct answer is VR Lalitambika. VR Lalitambika is the correct answer. Question 3 to Team C. Team C, are you ready? So this is the question. The image shows the first ever image of a black hole captured by the Event Horizon Telescope project in 2019. What is the name of the galaxy where this supermassive black hole is located? Yeah, is the answer the Milky Way? Sorry, your answer is incorrect. Next question is to Team D. Name the country where Hindi radio broadcasting started for the first time recently on April 21st, 2024. Is it Belgium? Belgium? Your answer is wrong. If I give the answer, you'll be surprised. The correct answer is Kuwait. Now we go to the second round of current affairs. The first question in the second round is to Team A. In 2024, paleontologists announced the discovery of a new species of dinosaur named Pherosaurus sastutensis. In which country was this dinosaur discovered? Name the country. Your time starts now. Brazil. Brazil? Sorry, your answer is wrong. So it is a country in Northern America. It is Canada. Okay, now we go to the next question to Team B. Ashwini Vaishnav, Union IT Minister of India, announced that semiconductor manufacturer Micron Technology, which is setting up its plant in India. Micron is set to establish India's first semiconductor plant in which state? Name the state. I think the state is Gujarat. State of Gujarat. Your answer is not incorrect. That means your answer is correct. You get 10 points. Name the research institute in India that developed synthetic antigen that can boost antibody production against cancer cells. IISc? No, the correct answer is Indian Institute of Science. Indian Institute of Science. The last question in the segment is to Team D. Who was named by the Time magazine as Person of the Year for 2023? Person of the Year 2023 by the Time magazine. 10 seconds remaining. Is it Avantika? Avantika. Your answer is wrong. I'll give the answer. The correct answer is Elon Musk. Who is Elon Musk? Yes, Team C, do you know who Elon Musk is? Keep your mic, please. Yeah. He's a billionaire who owns multiple companies. Multiple companies. Like Tesla. Tesla. Okay, correct answer. All the 5 rounds are over. Now the final results are ready. Team A with 50 points. Team B with 50 points. Team C 40 points. Team D 40 points. കുവൈറ്റ് ജനത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.